കേരളത്തിന്റെ സാമൂഹിക ചരിത്രത്തിൽ നിർണായക മാറ്റം കുറിച്ച ചാരായ നിരോധനത്തിന് 3 പതിറ്റാണ്ട് തികയുന്നു. 1996 ഏപ്രിൽ 1 നടപ്പിലാക്കിയ ഈ നിയമം സംസ്ഥാനത്തെ ഗ്രാമീണ ജീവിതങ്ങളെ അടിമുടി മാറ്റിമറിച്ചു. 3 പതിറ്റാണ്ടുകൾക്കിപ്പുറവും ചൂരലിൽ ആ പഴയ കാലത്തിന്റെ മങ്ങാത്ത ഓർമ്മയുമായി ഒരു ചാരായ ഷാപ്പ് കെട്ടിടം ഇന്നും അവശേഷിക്കുന്നു. മദ്യവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അവൻ്റെ പ്രയാണത്തിലെ എവിടെ വെച്ച് തുടങ്ങിയതാണെങ്കിലും ഇന്നും അത് അഭംഗുരമായി തുടരുന്നു. പല കാലങ്ങളിൽ പല രൂപങ്ങളിലൂടെ മദ്യം നമുക്കിടയിലുണ്ട്. 1996 ഏപ്രിൽ 1 നമ്മുടെ നാട്ടിൽ നിന്നും പടിയിറങ്ങിപ്പോയ ചാരായ ഷാപ്പുകളിലൊന്നിൻ്റെ ബാക്കി പത്രം ഇപ്പോഴും ചൂരലിൽ കാണാം. ഇക്കാലത്ത് പോലും ഇവിടെ വലിയ ആളനക്കമില്ല. ഉള്ളത് കല്ലുകൊത്തുന്ന യന്ത്രങ്ങളുടെ മുരൾച്ച മാത്രം. ചൂരലിൽ നിന്ന് ചരൽപ്പാതയിലൂടെ വേണം അക്കാലത്ത് ഇവിടെ എത്താൻ. 2 എണ്ണം അകത്തു ചെന്നു കഴിഞ്ഞാൽ പിന്നെ വെടിക്കെട്ടായി പൂരമായി. അക്കാലത്തെപ്പറ്റി ഈ ചാരായ ഷാപ്പിലെ സെയിൽസ്മാനായിരുന്ന ശ്രീധരന് ഓർത്തെടുക്കാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒരു 6 വർഷം പുറത്തുനിന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഷാപ്പിൽ ആദ്യം കയറുന്നത്. അവിടുന്ന് കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഈ ചൂരലിൽ എന്ന് പറഞ്ഞാൽ അക്കരക്കാരൻ കുഞ്ഞമ്പൂ എന്ന് പറഞ്ഞ ഒരാൾ പറഞ്ഞിട്ട് സ്ഥലം മുതലാളി വന്നിട്ട് സ്ഥലം കൊടുത്ത് അവിടെ നമ്മൾ തന്നെ വെക്കുന്ന ബിൽഡിങ് എടുക്കുന്നു, അവിടെ വാടക അയാൾ കൊടുത്തിട്ട് നമ്മൾ ഷാപ്പ് നടത്തുന്നു. അവിടുന്ന് കുറേ കഴിഞ്ഞപ്പോൾ അയാൾ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മളെ ഇവനെ ചാടിക്കണം എന്നൊരു പ്രശ്നം, അതെന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് ഭയങ്കര പ്രശ്നമാക്കിയ ഒരു ഇതായിരുന്നു. അങ്ങനെ പറഞ്ഞ് അത് സ്കൂളിൻ്റെത് പറഞ്ഞു. ലാസ്റ്റിൽ ഇവർ പറഞ്ഞു അവന് ചാടിക്കണമെങ്കിൽ ഒരു വചനമടം കെട്ട എന്ന് പറഞ്ഞു. ആ വചനമടത്തുനിന്നാണ് പിന്നെ ഒരു ദിവസം ഷാപ്പ് പൂട്ടിച്ചു. നമ്മൾ ഈ വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ സ്ഥലം നിന്നിട്ട് അവൻ്റെ സ്ഥലത്ത് അതിന്നും എൻ്റെ ഓർമ്മക്ക് സ്മാരകമായിട്ട് അവിടെ ഉണ്ട് ഇന്നും ആ സ്ഥാപനം. അസംഖ്യം അടിപിടികളും വഴക്കുകളും കണ്ടയാളാണെങ്കിലും ചാരായം ഉള്ളിൽ ചെന്നാൽ പിന്നെ എത്ര നല്ലവനാണെങ്കിലും സ്വഭാവം മാറിയേക്കാമെന്നാണ് ശ്രീധരേട്ടൻ്റെ അനുഭവ സാക്ഷ്യം. ചൂരലിലെ പട്ടഷാപ്പ് എന്നാണ് അറിയപ്പെട്ടിരുന്നതെങ്കിലും സ്ഥലം എരമം വില്ലേജിലാണ്. ഈ ചാരായ ഷാപ്പിനെ കുറിച്ച് രാഷ്ട്രീയ പ്രവർത്തകനായ പ്രകാശ് ബാബുവിനും പലതും പറയുവാനുണ്ട്. കേരളത്തിൻ്റെ ചരിത്ര നാൾവഴികളിൽ ഇന്ന് ഒരു ഓർമ്മ മാത്രമായ ഒരു പ്രസ്ഥാനമാണ് കേരളത്തിലെ ചാരായ ഷാപ്പ്. കേരള സംസ്ഥാന രൂപീകരണം മുതൽ കേരളത്തിലെ മദ്യപരുടെ ആശ്രയവും ആശയവുമായിരുന്ന ചാരായ ഷോപ്പുകൾ 1996 ഏപ്രിൽ 1 മുതൽ കേരള മുഖ്യമന്ത്രി ശ്രീ എ കെ ആൻ്റണിയുടെ ഭരണകാലത്ത് നിർത്തലാക്കി. ഒരുപാട് മദ്യപ്രേമികളെ മദ്യലഹരിയിലാഴ്ത്തിയ ചൂരലിലെ അന്നത്തെ കാലത്തെ ഒരു പ്രശസ്ത സ്ഥാപനം. ഈ ചാരായ ഷാപ്പ് ഓർമ്മകൾ ഇന്നും സജീവമാകുന്നത് ചാരായ ഷാപ്പിലെ സെയിൽസ്മാനായിരുന്ന ചെമ്മഞ്ചേരി ശ്രീധരേട്ടനെ നിത്യേനെ കാണുമ്പോഴാണ്. ചൂരലിൽ നിന്ന് തന്നെ 2 തവണ സ്ഥലം മാറി വന്നതാണ് ഈ കാണുന്ന ചാരായ ഷാപ്പ്. ജീർണിച്ച ഈ കെട്ടിടത്തിൻ്റെ വരാന്തയിലും റോഡിലും ഇരുന്ന് മുട്ടയും ചാരായവും കഴിച്ച് രാത്രിയുടെ നിശബ്ദതയിൽ കുഴഞ്ഞ നാവും കൊണ്ട് പാട്ടും പാടി ആടിയാടി വീട്ടിലേക്ക് മടങ്ങിപ്പോയവരുടെ എത്രയെത്ര ചിത്രങ്ങൾ ഈ കെട്ടിടത്തിനും റോഡിനും പറയുവാനുണ്ടാകും. മദ്യത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് പുതിയ നിറത്തിൽ പുതിയ രൂപങ്ങളിൽ മദ്യം സുലഭമാണെങ്കിലും കറുത്ത ബോർഡിൽ വെളുത്ത അക്ഷരങ്ങൾ കൊണ്ട് ചാരായ ഷോപ്പ് എന്നെഴുതിയ ആ പഴയകാലത്തിൻ്റെ ബാക്കി പത്രമായി ജീർണാവസ്ഥയിലായ ഈ കെട്ടിടം അവശേഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ.